എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെഫ് കാർത്തിക്. ഇന്ന് റമദാൻ സീരീസിൽ നമ്മൾ വേറെ ഒരു റെസിപ്പി ആയിട്ട് വന്നേക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രോൺസ് വെച്ചിട്ട് ഒരു റോളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പം ആ റോൾ ഉണ്ടാക്കാൻ എന്തൊക്കെ ചേരുവകൾ വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ റെസിപ്പിക്ക് വേണ്ടി നമ്മൾ 300 ഗ്രാമാണ് ചെറിയ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. സ്ലൈസ് ചെയ്ത ചെറിയ ഉള്ളി, നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. പൊടികളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഫ്രഷ്ലി ഗ്രൗണ്ടഡ് ബ്ലാക്ക് പെപ്പറും പിന്നെ ഹോം മെയ്ഡ് ഗരം മസാല. ഈ റെസിപ്പിയുടെ മെയിൻ താരമാണ് ഈ റൈസ് പേപ്പർ. ഈ റൈസ് പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്ന ചെമ്മീൻ റോസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റാം. ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലേശം ഉപ്പ്, പൊടിക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്തിട്ട് ഈ ചെമ്മീനൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്തിട്ട് ബാക്കി വരുന്ന ഓയിലിൽ തന്നെ നമുക്ക് മസാല ഒന്ന് ഉണ്ടാക്കാം. പ്രോൺസ് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 10 നിന്ന് 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ഈ പ്രോൺസ് ഫ്രൈ ചെയ്യാം. പിന്നെ ഒന്ന് കടായി ഒന്ന് കത്തിച്ചിട്ട് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് കൂടുതൽ ഒഴിക്കും. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്ത് മാറ്റുമല്ലോ. എന്നിട്ട് ബാക്കിയുള്ള വെളിച്ചെണ്ണ മാറ്റിയിട്ട് ആ സെയിം ഓയിലൊക്കെ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിപ്പോൾ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. പ്രോൺസ് നമുക്ക് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ചെമ്മീൻ ഫ്രൈ ആയി. നമുക്കൊന്ന് കോരി മാറ്റാം. നമുക്ക് ബാക്കി വന്ന ഓയിലിനകത്ത് തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം. ആദ്യം നേരത്തെ നമുക്ക് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്കിതിനകത്ത് സ്ലൈസ് ചെയ്ത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് സ്ലൈസ് ചെയ്ത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരണം. അതുവരെ ഒന്ന് കുക്ക് ചെയ്യാം. ഏകദേശം നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ ഈ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് ആ ഓയിലിൽ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ ടേസ്റ്റ് അടിപൊളിയായിരിക്കും. അതിന് മെയിൻ കാരണം നമ്മൾ ഓയിലിൽ ഈ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ ചെമ്മീൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ, ഓൾറെഡി നമ്മൾ ഓയിലിനകത്ത് ഇൻഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഫ്യൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. സെയിം ഓയിൽ തന്നെയാണ്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും. പിന്നെ ഞാൻ ഇതിനകത്ത് ഫോൾഡ് ചെയ്യുന്നത് റൈസ് പേപ്പർ ഉണ്ടല്ലോ, അത് ഏകദേശം സൂപ്പർ മാർക്കറ്റ്സിലും ഓൺലൈനിലും അവൈലബിൾ ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ സെയിം റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ സാധാരണ അരിപ്പത്തിരി ഉണ്ടല്ലോ, അരിപ്പത്തിരിക്കകത്തും നിങ്ങൾക്ക് റോൾ ചെയ്ത് സെർവ് ചെയ്യാം. ഇപ്പോൾ ചെറിയ ഉള്ളി ബ്രൗൺ ആയതുകൊണ്ട് നമുക്കൊന്ന് മസാലകൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം ലേശം ഉപ്പിട്ട് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, ഓൾറെഡി ചെമ്മീൻ നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഉപ്പുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ലേശം മഞ്ഞൾപ്പൊടി, അതിനേക്കാളും കൂടുതൽ മുളക് പൊടി, മുളക് പൊടിനേക്കാളും കൂടുതൽ മല്ലിപ്പൊടി. ഇതൊക്കെ ഇട്ടിട്ട് ഒരു 30 to 45 സെക്കൻഡ്സ് ഒന്ന് സ്ലോ ഫയറിൽ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ച മണം ഉണ്ടല്ലോ അതൊന്ന് പോകണം. എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്ത ചെമ്മീൻ ഇതിനകത്ത് ഇടാം. ഇപ്പോൾ കാണുവാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത ചെമ്മീൻ ഉണ്ടല്ലോ, അതിനകത്ത് തന്നെ കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളം മതി. നമുക്കിതിന് കൂടുതൽ വേറെ ഒന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളം ഇട്ട് കഴിയുമ്പോഴേക്ക് തന്നെ മസാല നന്നായിട്ട് കോട്ടായി കിട്ടും. നമുക്ക് നമുക്കൊരു 2-3 മിനിറ്റ്സ് നന്നായിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഈ ചെമ്മീനകത്ത് ഓൾറെഡി ഇതിനകത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുതന്നെ മതി. നമുക്ക് കൂടുതൽ വേറെ ഒന്നും വെള്ളം ഇതിനകത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു സ്ലോ ഫയർ ചെയ്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വലിയ പ്രോൺസ് ആകുമ്പോഴത്തേക്കാണ് പ്രശ്നം. നമുക്ക് കൂടുതൽ സമയം കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് റബ്ബറായി പോകും. ചെറിയ പ്രോൺസ് ആകുമ്പോഴത്തേക്ക് ആ പ്രശ്നമില്ല.
ഇതിൻ്റെ ആ പ്രോട്ടീൻസിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഫൈബറൊക്കെ വളരെ ചെറിയ ഫൈബറാണ്. അതുകൊണ്ട് ഇതൊന്നും ഹാർഡായി പോകത്തില്ല. നമുക്ക് കൂടുതൽ സമയം ഇതൊന്ന് കുക്ക് ചെയ്യാം. വലിയ പ്രോൺസ് ആകുമ്പോഴത്തേക്കും കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ സമയം ഒന്ന് റബ്ബറായി പോകും. പ്രോൺസും കുക്കായിട്ടുണ്ട്, മസാല നന്നായി കോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഇനി 2 ചേരുവകൾ കൂടി ഇതിനകത്ത് നമുക്ക് ചേർക്കാം. നമുക്ക് ക്രഷ് ചെയ്ത പെപ്പർ, പിന്നെ കുറച്ച് ഗരം മസാല. ഇത് രണ്ടും എപ്പോഴും ലാസ്റ്റായിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ. എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ ഒരു ബൗളിനകത്ത് ട്രാൻസ്ഫർ ചെയ്തിട്ട് തണുപ്പിക്കാൻ വയ്ക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് റൈസ് പേപ്പറിനകത്ത് ഫോൾഡ് ചെയ്യാം. ചെമ്മീൻ്റെ മിക്സർ തണുത്ത് കഴിഞ്ഞു. നമ്മളുടെ റൈസ് പേപ്പർ റെഡിയാണ്. ഈ റൈസ് പേപ്പർ ഒന്ന് നമുക്ക് റീഹൈഡ്രേറ്റ് ചെയ്യാം. അതായത് വെള്ളത്തിൽ മുക്കിയെടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനകത്ത് ഈ ചെമ്മീൻ ഒന്ന് ഫില്ല് ചെയ്ത് വയ്ക്കാം. നമ്മൾ വെള്ളത്തിനകത്ത് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുന്നുണ്ട്. ഡിപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു കട്ടിംഗ് ബോർഡ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ബോട്ടമിനകത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെമ്മീൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വയ്ക്കുമ്പോഴത്തേക്ക് കുറച്ച് മസാല കൂടി ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സലാസ്. ഫസ്റ്റ് ഫോൾഡ്, സെക്കൻഡ് ഫോൾഡ്, തേർഡ്, പിന്നെ ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം നമ്മളുടെ പൗച്ച്. നമ്മളുടെ ചെമ്മീൻ ഫില്ലിംഗ് നമ്മൾ ഈ റൈസ് പേപ്പർ ഉണ്ടല്ലോ അതൊന്ന് മോയ്സ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ഫില്ല് ചെയ്ത് റോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം. പാൻ ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് കളറായി വന്നാൽ മതി. ഒത്തിരി കുക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓൾറെഡി പ്രോൺസ് ഫുൾ കുക്ക്ഡ് ആണല്ലോ. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പുറമെ ഒരു ഗോൾഡൻ ക്രസ്റ്റ് വന്നാൽ മതി. ഇത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു മിനിമം എമൗണ്ട് ഇട്ട് ഫ്രൈ ചെയ്താൽ മതി. ഒരു 3 പീസോ അല്ലെങ്കിൽ 4 പീസോ. കൂടുതൽ പീസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് വേറെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഓക്കെ ഗൈസ്, നമ്മളുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇതിനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 പേരെയാണ് വിളിക്കാൻ പോകുന്നത്, നിശാന്ത് ആൻഡ് രോഹിത്. ബാബാ വേഗം ബാ വേഗം ബാ. എടുത്തു. അതങ്ങനെ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. കഴിച്ചിട്ട് കറക്റ്റായിട്ടുള്ള അഭിപ്രായം പറയണം. മുഴുവനും കഴിച്ചിട്ട് മതി, പതിയെ കഴിച്ചോ. ഇത് റൈസ് പേപ്പർ റോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പം ഇത് റൈസ് പേപ്പർ ഇല്ലാത്ത ആൾക്കാർക്ക് പത്തിരി ഉണ്ടല്ലോ, പത്തിരിക്കകത്ത് റോൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്താൽ മതി. വളരെ സിമ്പിളാണ്. സംഭവം കൊള്ളാം, അടിപൊളി, നല്ല ടേസ്റ്റ്. അതിൻ്റെ ഇതല്ലേ ഫില്ലിംഗ് മസാല, ഇതിൻ്റെ മസാല അടിപൊളി, മസാല രക്ഷയില്ല, അടിപൊളി. ശരിക്കും നമ്മൾ ഈ റെസിപ്പി ചെയ്തേക്കുന്നത് വിയറ്റ്നാമീസ് റോൾ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ പ്രോൺസ് പ്ലസ് റൈസ് പേപ്പർ റോള്. നമ്മുടെ നാട്ടിലായാലും റൈസ് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. പത്തിരി യൂസ് ചെയ്യാറ്, ഇടിയപ്പം യൂസ് ചെയ്യാറുണ്ട്, അപ്പം യൂസ് ചെയ്യാറുണ്ട്. വിയറ്റ്നാമിലും ഏകദേശം ഇത് തന്നെയാണ് അവരുടെ റൈസ് കൂടുതൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അവർക്ക് ഇത് ധാരാളമായിട്ട് വിയറ്റ്നാമീസ് റോൾസ് ഉണ്ടാക്കാറുണ്ട്. സോ അതൊരു ഇൻസ്പിറേഷൻ വെച്ചിട്ടാണ് നമ്മളുടെ നാടൻ ചെമ്മീൻ റോസ്റ്റ് ഒരു റൈസ് പേപ്പറിൽ റോൾ ചെയ്തിട്ട് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇൻ കേസ് ഈ റൈസ് പേപ്പർ കിട്ടാത്ത സ്ഥലങ്ങളിൽ നമുക്ക് സാധാരണ പത്തിരി ഉണ്ടല്ലോ, പത്തിരിക്കകത്ത് ഈ ഫില്ലിംഗ് ഒന്ന് റോൾ ചെയ്തിട്ട് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് നമ്മുടെ അടുപ്പത്ത് ചുട്ടെടുത്ത് സെർവ് ചെയ്താലും മതിയാവും. ഓക്കെ ഗൈസ്, അത്രയേ ഉള്ളൂ. രോഹിതും നിശാന്തിനും ഈ റെസിപ്പി എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി ഈ റമദാൻ കഴിയുന്ന മുമ്പ് തന്നെ ട്രൈ ചെയ്തിരിക്കുന്നതാണ്.